നമ്മുടെ മലയാളം ക്ലാസ്സിൽ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോണേന്നറിയാമോ? നമ്മൾ ഇന്നൊരു കവിതയാണ് പഠിക്കുന്നത്. കവിത ഇഷ്ടമാണോ? അപ്പം ഇന്ന് നമ്മൾ മാമ്പഴം എന്നൊരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. കവിതയുടെ പേരെന്താ? മാമ്പഴം. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ മാമ്പഴം എന്ന കവിത ഈ സ്കൂളിലിരുന്ന് പഠിക്കുന്ന നമ്മൾ വളരെ ഭാഗ്യമുള്ളവരാണ്. കാര്യം എന്താണെന്നറിയാമോ? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഈ സ്കൂളിലെ അധ്യാപകനായിരുന്നു. 6 കൊല്ലം മുമ്പ് കഴിഞ്ഞുപോയ കൊച്ചനുജന്റെ മരണം എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ എവിടെയോ കിടന്ന് തിളച്ചിരുന്നു. ഈ ദുരന്തം തന്നെ കവിതാവിഷയമായി എടുക്കുവാൻ ഞാൻ തീരുമാനിച്ചു. മുളന്തുരുത്തി ഹൈസ്കൂളിൻ്റെ വടക്കേ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് ഞാൻ കവിതയുടെ വരികൾ നെയ്തെടുത്തത്. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ, അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീ. പല തലമുറകൾ ഏറ്റുപാടിയ മാമ്പഴം കവിത പിറന്ന മണ്ണാണിത്. വേദനയിൽ നിന്ന് വാക്കുകൾ പിറന്ന ഇടം. മാങ്കനി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി, കൈതവം കാണാ കണ്ണുനീർത്തടാകമായി. അമ്മ കോലായിലിരുന്ന് മാമ്പഴം വീഴുന്നത് നോക്കിയിരുന്നതും, അയൽവക്കത്തെ കുഞ്ഞുങ്ങൾ കളിവീടുണ്ടാക്കി ആർത്തുല്ലസിച്ച് കളിച്ചതും, കുഴിമാടത്തിൽ മാമ്പഴം വെച്ചതുമെല്ലാം യാഥാർത്ഥ്യത്തിൽ അടിയുറച്ച വരികളായിരുന്നു. വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ, തരസാനുകർന്നാലും തായതൻ നൈവേദ്യം നീ. 1936 മുളന്തുരുത്തിയിലെ സർക്കാർ വിദ്യാലയത്തിലേക്ക് സയൻസ് അധ്യാപകനായി വൈലോപ്പിള്ളി എത്തിയത്. മാതൃഭൂമി ഓണം പതിപ്പിലേക്കായാണ് കവിത എഴുതിയത്. യാഥാർത്ഥ്യവും ഭാവനയും ഇഴചേർന്ന വരികൾ. പതിറ്റാണ്ടുകൾക്കിപ്പുറം മാമ്പഴം പിറന്ന മണ്ണിൽ വൈലോപ്പിള്ളി സ്മൃതിയൊരുങ്ങി. ഈ മഹാവിദ്യാലയം ഉള്ളിടത്തോളം കാലം ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മാഷും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാമ്പഴവും സ്മരിക്കപ്പെടും. കടന്നുപോകുന്ന കാറ്റിൽ ഞെട്ടറ്റ് മാമ്പഴം വീഴും. അപ്പോഴൊക്കെ മുത്തശ്ശിമാവ് ഓർക്കുന്നുണ്ടാവണം ശ്രീധരൻ മാഷി കവിതയെയും. ഒരു തൈ കുളിർക്കാറ്റായി അരികത്തണഞ്ഞ്, അപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു.